വെൽക്കം ഫ്രണ്ട്സ്, വെൽക്കം ടു യാ സൊല്യൂഷൻസ്. നമ്മൾ ഈ സെഷനിൽ നോക്കാൻ പോകുന്നതെന്ന് പറയുന്നത് ഹൗ ടു ക്രിയേറ്റ് എ കോളം. നമുക്കിപ്പോൾ പ്രീകാസ്റ്റഡ് ആയിട്ടിരിക്കുന്ന ആർക്കിടെക്ചറൽ കോളം എന്ന് പറയുമ്പോൾ കുറേ ഡിസൈൻസ് ഒക്കെ ഉണ്ടാവുന്ന കോളംസ്, അതർവൈസ് നമുക്ക് ഇവിടെ ബീമായിട്ടുള്ളതും എങ്ങനെയാണ് പ്ലേസ് ചെയ്യുന്നതെന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. ഈ ഒരു പ്ലാനിൽ നമുക്ക് ഈ ഒരു 2 സ്ഥലത്തിൽ കോളം വരാനുള്ള ചാൻസസ് ഉണ്ട്. ഞാൻ കൺഫ്യൂഷൻസ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് സൈഡിൽ ഒരു 3 കോളത്തിൻ്റെ എക്സ്റ്റൻഷൻ എടുത്തിട്ടുണ്ട്. 3 കോളത്തിൻ്റെ പ്ലേസ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ നമുക്ക് എങ്ങനെയാണെന്നുള്ളത് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഇതിനകത്ത് ബൈ കോമ്പണൻ്റ് ആയിട്ടുള്ളതുണ്ട്, അല്ലാതെ നമുക്ക് വേണ്ട ടൈപ്പിൽ കസ്റ്റമൈസ്ഡ് ആയിട്ട് വേണമെങ്കിലും നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അതാണ് നമ്മൾ എങ്ങനെയാണെന്നുള്ളത് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ ഓൾറെഡി നമ്മൾ പ്രീവിയസ് ക്ലാസ്സസിൽ നോക്കിയിട്ടുള്ളതുപോലെ നമുക്കിവിടെ പ്ലേസ് എ കോമ്പനൻ്റ് എന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓൾറെഡി ഉള്ള മോഡൽസിനെ നമുക്കിവിടെ പ്ലേസ് ചെയ്യാൻ പറ്റും. അതർവൈസ് മോഡൽ ഇൻ പ്ലേസ് എന്ന് പറയുമ്പോൾ നമുക്ക് കുറേ സെർട്ടൈൻ കണ്ടീഷൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ തന്നെ വരയ്ക്കാൻ പറ്റും. അതാണിപ്പോൾ നമ്മൾ നോക്കാൻ പോണത്. ഈ ഒരു കേസിൽ നമുക്ക് സൗത്ത് എടുക്കാം. എന്തെങ്കിലും ഒരു എലിവേഷനിൽ വെച്ചിട്ട് വേണം നമുക്കത് വരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഞാൻ സൗത്ത് എടുക്കുന്നത്. ഞാൻ റഫായിട്ട് വരച്ചിട്ട് കൊണ്ട് പ്ലേസ് ചെയ്യാൻ പോവാം. ഓക്കെ, സൗത്ത് എടുത്തു കഴിഞ്ഞു. ഇതിനകത്ത് കോമ്പനൻറ്റ് മോഡൽ ആൻഡ് പ്ലേസിനകത്ത് നമുക്കിപ്പോൾ കോളംസാണ് വേണ്ടത്. ആ ഫാമിലിയിൽ തന്നെ പോയി വരയ്ക്കാൻ വേണമെങ്കിൽ, അതർവൈസ് ഞാനിപ്പോൾ ജെൻറിക് മോഡൽസിനുള്ളതാണ് എടുക്കുന്നത്. നമുക്ക് ഫാമിലിയെക്കുറിച്ച് പഠിക്കുമ്പോഴത്തേക്കും ബാക്കിയുള്ളത് അതിലെ തന്നെ എങ്ങനെയാണ് മോഡിഫിക്കേഷൻ ചെയ്യുന്നതിനുള്ളത് നോക്കാം. ഇപ്പോൾ ജെൻറിക് മോഡൽസ് എന്നുള്ളത് എടുക്കുക. ഇതിനകത്ത് നെയിം അത് തന്നെ ആയിക്കോട്ടെ, ജെൻറിക് മോഡൽസിനുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് എക്സ്ട്രൂഷൻ നമ്മൾ കണ്ടിട്ടുണ്ട്, ബ്ലെൻഡ് നമ്മൾ കണ്ടിട്ടുണ്ട്, സ്വീപ്പ് നമ്മൾ പഠിച്ചു. ഇപ്പോൾ റിവോൾവിനുള്ള ഒരു കണ്ടീഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നു, കോളംസ് അല്ലെങ്കിൽ സർക്കുലർ കോളംസ് ക്രിയേറ്റ് ചെയ്യുക. സർക്കുലർ കോളംസ്, പില്ലേഴ്സ്, ഇങ്ങനെ ഡിസൈൻസ് ആയിട്ട് വരുന്നതൊക്കെ റിവോൾവ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഈ സർക്കിൾ 360 മോഷനിൽ വരുന്ന എല്ലാ സംഭവങ്ങളും നമുക്ക് റിവോൾവ് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഞാൻ റിവോൾവ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. ആസ് യൂഷ്വൽ നമുക്ക് പിക്ക് എ പ്ലെയിൻ, ഒരു റെഫറൻസ് പ്ലെയിൻ ഇവിടെ ചോദിക്കും. ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലെയിനെ നമ്മൾ സെലക്ട് ചെയ്ത് എടുക്കുക. ഓക്കെ, ക്ലോസ്ഡ് പ്ലെയിൻ എടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത്, നമ്മൾ വരയ്ക്കുന്നത് എപ്പോഴും ബൗണ്ടറി ലൈനിലായിരിക്കണം. ഔട്ടർ ലൈൻ ഷുഡ് ബി ഇൻ ബൗണ്ടറി ലൈൻ മാനർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ഒരു ലൈൻ എടുക്കുക. നോർമൽ നമ്മൾ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു പില്ലർ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എന്താണാവോ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഡയമെൻഷൻസ് അതിൽ തന്നെയാണ് ഞാൻ വരയ്ക്കാൻ പോണത്. ഇപ്പം നമുക്ക് ഒരു 30 സെൻറ്റിമീറ്റർ ഡയമീറ്റർ ഉള്ള ഒരു പില്ലറാണെന്ന് വെച്ചു. അപ്പോൾ അത് നമ്മൾ എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ പകുതി വരച്ചാൽ മതി. ബാക്കിയുള്ളത് ഓട്ടോമാറ്റിക്കലി നമുക്ക് 360 ഡിഗ്രിയിൽ റിവോൾവ് ആയി വരുമ്പോഴത്തേക്കും നമുക്കൊരു സർക്കുലർ, ഒരു കംപ്ലീറ്റ് മാനറിൽ കിട്ടും. ഓക്കെ, അപ്പോൾ ഞാനിതിന് പകുതിയാണ് എടുക്കാൻ പോണത്. 15 എന്നുള്ളത് എടുക്കുക. ആ ഒരു സ്റ്റെം സൈസ് ആയിക്കോട്ടെ. പക്ഷേ ആ ഒരു ഡിസൈൻസ് ഒക്കെ വരുന്നത് ഒരു 5 സെൻറ്റിമീറ്ററും കൂടെ എക്സ്ട്രാ നമുക്ക് വെക്കാം. ഇപ്പോൾ ഇവിടെ ഞാനൊരു 20 സെൻറ്റിമീറ്ററിനുള്ള ഒരു ലൈൻ വരയ്ക്കുന്നു. വരച്ച് കഴിഞ്ഞിട്ട് നമുക്കൊരു സ്റ്റെപ്പായിട്ടുള്ളൊരു ഡിസൈനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അവിടെ ഒരു 5 വെക്കാം. 3 നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വരയ്ക്കാം. ഫുൾ ലെന്ത് ഷുഡ് ബി ഇൻ 210. അപ്പോൾ നമുക്ക് അതിന് ശലം കുറച്ച് കൊടുത്തെങ്കിലും കുഴപ്പമില്ല. ഈ ഡിസൈൻസും കൂടെ ചെയ്തിട്ടാണ് എടുക്കുന്നത്. ഇപ്പോൾ അതേപോലെ തന്നെ നമുക്ക് പുറത്തോട്ട് ഒരു 3. ഞാനിത് ലൈനായിട്ട് തന്നെ വരയ്ക്കുക. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ആർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അല്ലെങ്കിൽ നമുക്കൊരു ജോയിനിങ് പോയിൻ്റ് ഇല്ലാതെ ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഇങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് എടുത്തേക്കാം. അതർവൈസ് എനിക്ക് വരയ്ക്കാൻ പറ്റും എന്നുള്ളൊരു നേരെ ഫ്രീ ഹാൻഡായിട്ട് വരച്ചാലും മതി. ഓക്കെ, എന്നിട്ട് ഞാൻ ഡയറക്റ്റ് ഇവിടെ കൊണ്ടുവന്നു. ട്രാക്കിംഗ് ഉപയോഗിച്ചാണ് ഞാൻ താഴെ കൊണ്ടുവന്നത്. ഇപ്പോൾ ഇനി എനിക്ക് ഇവിടുത്തെ ഈ പ്ലേസൊക്കെ മാറ്റിയിട്ട് ഞാൻ സർക്കുലർ അല്ലെങ്കിൽ ആർക്ക് ലുള്ള ഒരു ഡിസൈനാണ് കൊണ്ടുവരാൻ പോണത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു റെഫറൻസ് ലൈൻ്റെ ആവശ്യം വരത്തില്ല.
അത് നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയാം. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് മെയിലും കൊടുക്കാൻ പറ്റും. ആർക്ക് എടുക്കാം. നമ്മുടെ ലൈൻസൊക്കെ കളയാം. നമ്മളെപ്പോഴും ആർക്ക് വെച്ചിട്ട് വർക്ക് ചെയ്യുമ്പോഴത്തേക്കും അതിന് പോയിൻറ്റ്സ് ചിലപ്പോൾ ജോയിൻ്റ് ആവാതിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ നമ്മളെല്ലാം ഫില്ലറ്റെ കൊടുത്തിട്ട് എല്ലാം ജോയിൻ തന്നെയാണോ എന്നുള്ളതൊന്ന് നോക്കണം. നോക്കിക്കഴിഞ്ഞതിന് ശേഷം നമുക്കിപ്പോൾ ബൗണ്ടറി ലൈൻ ഫിനിഷ് ആയി കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് ആക്സസ് ലൈൻ. ആക്സസ് ലൈൻ എന്ന് പറയുന്നത് ആ ഒരു സെൻറ്റർ പോർഷൻ എവിടെയാണോ സെൻറ്റർ ഓഫ് റിവോൾവിങ് ആ ഒരു സെൻറ്റർ പോർഷനാണ് ആക്സസ് ലൈൻ. ഇപ്പോൾ നമ്മൾ വരച്ചത് മുഴുവതും ബൗണ്ടറി ലൈനിൽ ഇരിപ്പുണ്ട്. ഞാനിപ്പോൾ ആക്സസ് ലൈൻ എന്ന് പറഞ്ഞെടുക്കുക. ഇവിടെ 2 ഓപ്ഷനുണ്ട് ആസ് യൂഷ്വൽ, ഡ്രോ ലൈൻ, പിക്ക് ലൈൻ. ഇപ്പോൾ പിക്ക് ലൈൻ ഉണ്ടെങ്കിൽ നേരത്തെ ഇവിടെ ഒരു ലൈൻ ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ വരച്ചതല്ല, ഈ പിങ്ക് കളർ ലൈൻ അല്ല, അല്ലാതെ നമുക്ക് പ്രോജക്റ്റിൽ വേറെ ഒരു ലൈൻ ഉണ്ടെന്നുണ്ടെങ്കിൽ വി ക്യാൻ പിക്ക് ദറ്റ് ലൈൻ ആസ് റെഫറൻസ്. അതർവൈസ് നമ്മൾ എന്ത് ചെയ്യുക, പുതിയതായിട്ട് ലൈൻ വരച്ച് തന്നെ കൊടുക്കണം. ഇപ്പോൾ ഇവിടെ നമ്മൾ റെഫറൻസ് ആയിട്ട് വരയ്ക്കുന്നതുകൊണ്ട് എക്സിസ്റ്റിംഗ് ലൈൻ ഇല്ലാത്തതുകൊണ്ടും ഞാൻ എന്ത് ചെയ്യുന്നു, പുതിയ ഒരു ലൈന് ഡ്രോ ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ ടിക്ക് കൊടുക്കുക. ടിക്ക് കൊടുക്കുമ്പോൾ എന്തായി, എനിക്ക് ആ ഒരു ക്രിയേറ്റ് ആയി കഴിഞ്ഞു. ഞാൻ ഫിനിഷ് മോഡൽ കൊടുത്തിട്ട് 3D കാണിക്കാം. എനിക്കിങ്ങനെ ഞാനൊരു ചെറിയൊരു ഡിസൈൻസ് മാത്രം വെച്ചിട്ടാണ് നമുക്കിത് കൊടുത്തത്. അപ്പോൾ ഇങ്ങനെ ഒരു പില്ലർ കസ്റ്റമൈസ്ഡ് ആയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇങ്ങനെയാണ് നമ്മൾ പില്ലർ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി ഇതിനെ നമുക്ക് പ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ലെവലിൽ ചെന്നെങ്കിൽ നമുക്ക് അതിൻ്റെ ആയിട്ടുള്ളൊരു ഓപ്ഷൻസ് കാണാൻ പറ്റും. കോപ്പി എടുക്കാം, മൾട്ടിപ്പിൾ കൊടുക്കാം, ഇതിൻ്റെ സെൻറ്റർ പോർഷൻ വേണമെങ്കിൽ എടുക്കാം. ഓക്കെ, ഇത് നമ്മൾ പില്ലർ മാത്രമേ വരച്ചിട്ടുള്ളൂ. നമുക്ക് പില്ലർ ടു റൂഫ് വരെ ഉള്ള ഫില്ലിംഗ് ബീം വരും, അത് നമുക്ക് കാണിക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് ആ ഒരു സംഭവം വന്നിട്ടുള്ളത്. ഇപ്പോൾ ഈ ഒരു പില്ലർ ടു റൂഫ് വരെ ഉള്ള ഫില്ലിംഗ് നമുക്ക് എപ്പോഴും ബീം അവിടെ വരും. ഓക്കെ, ഇവിടെ ആയാലും ആ ഒരു ബീം റൂഫിൻ്റെ ഷേപ്പിൽ നമുക്ക് വരുന്നതായിരിക്കും. ഓക്കെ, ലെവൽ 2 എടുത്തു. നമുക്കിപ്പോൾ സ്ട്രക്ചറൽ കോളംസ് ഒക്കെ ഈ ഒരു എഡ്ജിലും കണക്ഷൻസിലും ഒക്കെയാണ് നമ്മൾ കോളംസ് ഇടുക. അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇപ്പോൾ ഇതിനകത്ത് ആർക്കിടെക്ചർ കൊടുത്തിട്ട് ഇവിടെ കോളം എന്നുള്ളിടത്ത് സ്ട്രക്ചറൽ കോളം എന്നുള്ളതുണ്ട്. അപ്പോൾ ഇതെടുക്കുക. ഇതിനകത്ത് ഈ ഒരു ഷേപ്പിലായിരിക്കും നമുക്ക് കിട്ടുക. നമുക്ക് വേണ്ട ഇടത്ത് അതിങ്ങനെ പ്ലേസ് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് വേറെ ടൈപ്സ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാൻ പറ്റും. സൈസിൻ്റെ ഡിഫറൻസ് ഉള്ളതും ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമുക്ക് ഇങ്ങനത്തുള്ള സൈസാണ് വേണ്ടതെന്നുള്ളതനുസരിച്ച് ചെയ്യാം. ഇപ്പോൾ ഇങ്ങനെ തന്നെയാണ് ഒരു സെപ്പറേറ്റ് ആയിട്ട് ഞാനിങ്ങനെ ഒരു സ്ട്രക്ചറൽ കോളം പ്ലേസ് ചെയ്തിട്ടുണ്ട്. നമുക്കതിനെ 3D നോക്കാം. ഇതിൻ്റെ ഹൈറ്റ് നമുക്ക് ലെവൽ 1 to ലെവൽ 3 ആണ്, ലെവൽ 2 ആണ് കിടക്കുന്നത്. നമ്മൾ ലെവൽ 2 ഫ്രം കൊടുത്തിട്ട് ഇതുവരെ ആക്കാം. അപ്പോൾ നമുക്ക് വെർട്ടിക്കൽ കോളം ഇതുവരെ കിട്ടും. ഓക്കെ, ഇപ്പോൾ ഈ ഒരു സ്ട്രക്ചറൽ കോളത്തിൻ്റെ മേലിൽ കൂടെ കവറിങ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആർക്കിടെക്ചറൽ കോളം കൊടുക്കാൻ പറ്റും. ലെവൽ 2 എടുക്കാം. ഇവിടെ നമുക്ക് ആർക്കിടെക്ചർ കോളത്തിൽ പോയിട്ട് ആർക്കിടെക്ചർ കോളം എടുക്കുക. നമുക്ക് ഇപ്പോൾ റെക്ടാങ്കുലർ ആണെങ്കിൽ റെക്ടാങ്കുലർ, അതർവൈസ് ഇവിടെ സർക്കുലർ മാനറിൽ ഒരെണ്ണം ഉണ്ട്, അത് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. ചെറിയൊരു സൈസ് എടുത്തു, എന്നിട്ട് ഞാനിവിടെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യിക്കും, നമുക്ക് അകത്തൊരു ഈ ഒരു മെറ്റൽ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ ആ ഒരു സംഭവം കാണും, അല്ലാതെ നമുക്കൊരു ഫിനിഷിംഗ് ആയിട്ടുള്ള സംഭവം കാണും. അപ്പോൾ ഇതിൻ്റെ ലെവൽ നോക്കിയേക്കാം. യൂഷ്വൽ കറക്റ്റായിട്ട് തന്നെ ഇരിപ്പുണ്ട്, കണ്ടോ. അപ്പോൾ ഈ ഒരു കോളം വിത്ത് സ്ട്രക്ചറൽ കോളത്തോട് കാണും. നമുക്ക് എപ്പോഴാണ് നമ്മൾ ഇങ്ങനെ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എസ്റ്റിമേഷൻ കൊടുക്കുമ്പോഴത്തേക്കും അകത്തുള്ള ഈ സ്ട്രക്ചറൽ കോളത്തിൻ്റെ റേറ്റും വരും. അല്ലാതെ നമ്മൾ ഈ പുറത്താണ് ഇതിരിക്കുന്നത്, അല്ലാതെ വോളൊന്നും അല്ലാതെ നമ്മൾ എക്സ്റ്റീരിയർ ഡെക്കറേഷന് വേണ്ടിയിട്ടാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു കോളം വെച്ചതിന് ശേഷം ഇത് വെക്കുന്നതിൻ്റെ നമുക്ക് കോസ്റ്റ് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റും. ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലാതെ ഇപ്പോൾ നമുക്ക് ക്രിയേറ്റ് ചെയ്ത കോളമിനെ നമുക്ക് ഫാമിലിയിലോട്ട് കൺവേർട്ട് ചെയ്യാനും പറ്റും. ഒരു ഫാമിലി എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നുള്ളതൊക്കെ നമുക്ക് നെക്സ്റ്റ് സെഷനിൽ നോക്കാം. താങ്ക് യു.